ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും അതുപോലെ എൻ്റെ മുമ്പ് പോയിരിക്കുന്ന ഈ ഒരു ബാച്ചിലെ കാൻഡിഡേറ്റ്സ് പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചടങ്ങിനെ പറ്റി എല്ലാവർക്കും അറിയാം. എന്താണ് ഇവിടെ നടക്കുന്നത്? നടന്നത് 21 ദിവസത്തെ. അപ്പോൾ കോഴ്സിനെ പറ്റി എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒരു ബേസിക് കോഴ്സായിരുന്നു 21 ദിവസത്തെ കണ്ടക്ട് ചെയ്തത്. വളരെ മനോഹരമായിട്ട് തന്നെ ഞങ്ങൾക്കിത് ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച്, എന്നെയും ബിജു സാറിനെയും സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ്സിനെ പഠിപ്പിക്കുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ട്രെയിനിങ് ഫീൽഡിൽ ആദ്യമായിട്ടായിരുന്നു. ബിജു സാറിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ എനിക്ക് ആദ്യത്തെ കാൻഡിഡേറ്റ്സായി കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് മുഴുവൻ 5 ലേഡീസും ഒരു ബോയും ആയിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തം ടോട്ടൽ 6 പേരായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം. കാര്യം ആദ്യമൊക്കെ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബന്ധമില്ലാത്ത ഒരു ഏരിയയിലേക്ക് വന്ന് പല പല പുതിയ വാക്കുകൾ കേൾക്കുന്നു. അപ്പോൾ ഇത് ക്യാച്ച് ചെയ്യുന്നതിനൊക്കെയുള്ള മനസ്സിലാക്കുന്നതിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ആദ്യം പ്രകടിപ്പിച്ചെങ്കിലും പിന്നെ ദിവസങ്ങൾ പോലെ എന്താ പറയുക നമുക്ക് മനസ്സിലായി തുടങ്ങി. അത് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാക്കി. വേദിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെ നമസ്കാരം. ഞങ്ങൾ ഇത്രയും ദിവസം 21 ദിവസത്തെ ഈ കമ്പ്യൂട്ടർ ഓറിയൻറ്റേഷൻ ക്ലാസ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ക്ലാസ് പൂർത്തിയാക്കാനും ഞങ്ങൾക്കിതിൽ പങ്കെടുക്കാനും സാധിച്ചത്. ആദ്യമായിട്ട് ദൈവത്തിനാണ് ഞങ്ങൾ നന്ദി പറയുന്നത് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. പിന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഒത്തിരി ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. ഇങ്ങനെ ഈ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഈ മാനേജ്മെൻറ്റിനോട് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ജിമോൾ എന്ന് പറഞ്ഞാൽ ആ ടീച്ചർ വഴിയായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ടീച്ചർ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളുണ്ടാവും, കാഴ്ചയില്ലാതെയൊക്കെ എന്തെങ്കിലും പഠിക്കാൻ പറ്റും, പുസ്തകങ്ങളൊക്കെ എന്തെങ്കിലും വായിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സൗകര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം കമ്പ്യൂട്ടർ കോഴ്സ് ഇവിടെ ഉണ്ട്, നിങ്ങൾ പഠിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് പഠിക്കാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ആദ്യം ബ്രദറിനോട് അനുവാദം ചോദിച്ചു. ബ്രദർ പോയിക്കോളാൻ അനുവാദം തന്നു. അപ്പോൾ ആർക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് ഞങ്ങൾ 19 പേരാണ് അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ കൈമുട്ടി ഞങ്ങൾ അങ്ങനെ നല്ല മനസ്സോടുകൂടി വന്നു. അപ്പോൾ ആദ്യമൊക്കെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ പഠിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാഴ്ചയില്ലാതെ എങ്ങനെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ പറ്റണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് സ്ക്രീൻ റീഡർ വഴിയായിട്ട് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ കണ്ടു. ഇങ്ങനെയൊക്കെ ഇത്രയെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്കിവിടെ വരാനായിട്ട് ഡ്രൈവർമാരെ സജിച്ചേട്ടനെ ജോസേട്ടനെയൊക്കെ ഒരുക്കി തന്നു ഇവിടുത്തെ മാനേജ്മെൻറ്റ്. അതിന് നന്ദി പറയുന്നു. പിന്നെ എങ്ങാനും സജിച്ചേട്ടൻ നേരം വൈകിയാലും വരില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാറിനോട് പറഞ്ഞ് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഓട്ടോ ജോസേട്ടനെ ആരെങ്കിലും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല യാത്രാ സൗകര്യം ആയിരുന്നു. പിന്നെ സുനിൽ സാറാണെങ്കിലും എങ്ങാനും നേരം വൈകിയാൽ അപ്പം തന്നെ ഓടി വന്ന് ഇപ്പോൾ പരിചയമില്ലാത്ത ഓട്ടോക്കാരനാണെങ്കിലും ആ ഓട്ടോക്കാരന് മുമ്പിൽ വഴി കാണിച്ചുകൊണ്ട് വരാൻ തന്നെ സുനിൽ സാറ് ഉണ്ടായിരുന്നു. പിന്നെ ലിറ്റി മാഡത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു. ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പഠിക്കണം, നിങ്ങൾ ഇങ്ങനെ അടച്ചുറച്ചിരിക്കാതെ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇനിയും കൂടുതൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ലിറ്റി മാഡം നല്ല ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ സുനിൽ സാറിൻ്റെ മൊബിലിറ്റി ട്രെയിനിങ് പിന്നെ അങ്ങനെ നല്ല ക്ലാസ്സായിരുന്നു.
ഞങ്ങളെ നടക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെക്ഷൻ നല്ല സെക്ഷനായിരുന്നു. നന്നായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ ഏറെ പ്രത്യേകമായിട്ട് വിജി സാറും സന്ദീപ് സാറും ഒത്തിരി ഞങ്ങളെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടി കാണും. ഇത്രയും ഞങ്ങളെ കാഴ്ചയില്ലാതെ ഇങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശരിക്കും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാലും അവരുടെ മാക്സിമം അവർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു. ഞങ്ങളോട് ക്ഷമയോടെ ഞങ്ങളോട് കൈകാര്യം ചെയ്ത് ഇങ്ങനെ എല്ലാം കമ്പ്യൂട്ടർ ഇങ്ങനെ കാണിച്ചു തരാനൊക്കെ ഒത്തിരി നല്ല മനസ്സായിരുന്നു. ഞങ്ങൾക്ക് ഈ ദിവസങ്ങളെല്ലാം നല്ല സന്തോഷകരമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ചേച്ചിമാർ ചേച്ചി സുനിതയും ധന്യ ഇവരൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടും ആയിരുന്നു. എല്ലാ കാര്യങ്ങളും എന്താവശ്യം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ ഓടി വന്ന് ഞങ്ങളെ സഹായിക്കാനായി കടന്നു വന്നു. അവരെ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. പിന്നെ ജോൺ സാറായാലും ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങളോട് ഇടയ്ക്ക് വന്ന് അന്വേഷിച്ചായിരുന്നു. പിന്നെ ജിജി ടീച്ചറൊക്കെ ആണെങ്കിൽ തിരക്കാണെങ്കിലും അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും നന്ദി. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇനേബിൾ ഇന്ത്യയുടെ പാഠ്യപദ്ധതി ആയിരുന്നു. അപ്പോൾ ഇനേബിൾ ഇന്ത്യക്കും ഞങ്ങൾ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാനും സൗകര്യം ഒരുക്കി തന്ന ദൈവത്തിനും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഷൈനി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഉദ്ദേശിച്ചത് തന്നെ ഷൈനി പറഞ്ഞത്. കാരണം ഈ കമ്പ്യൂട്ടർ കോഴ്സ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുള്ളതേ ഉള്ളൂ. നമുക്ക് കൈകാര്യം ചെയ്യാനോ തൊടാനോ ഒന്നും അറിയത്തില്ലായിരുന്നു നമുക്ക്. അത് ഇവിടെ വന്നിട്ടാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാനായിട്ട് ബിജു സാറും സന്ദീപ് സാറും കൈ പിടിച്ച് കാണിച്ചു തരാനായിട്ടൊക്കെ ആത്മാർത്ഥതയോടെ കാണിച്ചു തന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഇത്രയും നാൾ ഈ 21 ദിവസം ഈ കോഴ്സ് പൂർത്തിയാക്കാനായിട്ട് പിന്നെ ഞങ്ങളെ സഹായിച്ചു. ഏറ്റവും അധികമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ദൈവം അനുവദിച്ചിട്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ ഈ കമ്പ്യൂട്ടർ കോഴ്സിന് വന്നപ്പോൾ എൻ്റെ സ്കൂൾ ജീവിതമാണ് ഞാൻ ഓർത്തത് പെട്ടെന്ന്. സ്കൂൾ കാലഘട്ടത്തിൽ ഇതുപോലെ ഒന്നും പിന്നെ പ്രത്യേകിച്ച് ഹൈസ്കൂളിലായിരിക്കുമ്പോൾ ഇതുപോലെ ഹോസ്റ്റലിൽ നിന്ന് ബ്ലൈൻഡ് സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ നിന്നിട്ട് അവിടുന്ന് പോയി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്, ഹൈസ്കൂളിൽ. അപ്പോൾ ആ പോകുന്ന അനുഭവം ഉണ്ടായി. ഞങ്ങളെ സഹായിക്കുന്ന ഒത്തിരി സൈറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഞങ്ങളെ സഹായിക്കും. അതും റാങ്ക് ഹോൾഡേഴ്സായിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളെ സഹായിക്കാനൊക്കെ. അതൊക്കെ ഞാൻ ഓർത്തു. അപ്പോൾ സ്കൂൾ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ കമ്പ്യൂട്ടർ കോഴ്സ് എന്നെ സഹായിച്ചു എന്ന് പറയാം. പിന്നെ ഞങ്ങളെ ആത്മാർത്ഥമായി ഇതിന് മുൻകൈയെടുത്ത ഞങ്ങളെ ഈ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനായിട്ട് മുൻകൈയെടുത്ത ജിമോൾ ടീച്ചർ, അതോടൊപ്പം പിന്നെ സുനിൽ സാറ്, മറ്റെല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചു. പ്രത്യേകിച്ച് മൊബിലിറ്റിയെക്കുറിച്ച് കുറച്ചൊക്കെ തെറ്റായിട്ടായിരുന്നു ഞാൻ പഠിച്ചത് മൊബിലിറ്റി. പക്ഷേ സുനിൽ സാർ വന്ന് നേരെ മൊബിലിറ്റി എങ്ങനെ ആണ് അതിൻ്റെ രീതി ശരിയായിട്ട് പഠിപ്പിച്ചത് സുനിൽ സാറായിരുന്നു. അപ്പോൾ അത് നല്ല ഒരു ഇതായിരുന്നു, ആസ്വാദികരമായിരുന്നു. അതുപോലെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനും പിന്നെ കമ്പ്യൂട്ടറിൽ ഓരോ ഫോൾഡർ ഉണ്ടാക്കാൻ, ഫയൽ ഉണ്ടാക്കാൻ, ഇങ്ങനെ എല്ലാ വിധത്തിലും പഠിക്കാനായിട്ട് സഹായിച്ച സാറുമാർ ഒത്തിരി ക്ഷമയോടും ആത്മാർത്ഥതയോടും കൂടിയാണ് ഞങ്ങളെ സഹായിച്ചത്. അപ്പോൾ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്ക് നിർത്തുന്നു. എൻ്റെ വിനീതമായ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എനിക്ക് ഈ കോഴ്സിനെ പറ്റി പറയാനുള്ളത്, ആദ്യം കമ്പ്യൂട്ടർ എന്തെന്ന് എനിക്കറിയാൻ മേലായിരുന്നു.
കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി താല്പര്യം തോന്നി അത് പഠിക്കണമെന്ന്. അത് എങ്ങനെ ഉണ്ടെന്നും എങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. ഇവിടെ വന്നിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം സാർമാർ ഞങ്ങളോട് ഒരു അധ്യാപകരെ പോലെ അല്ല ഞങ്ങളോട് പെരുമാറുന്നത്. ഒരു നല്ലൊരു ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അത് പഠിപ്പിച്ചത്. കാരണം ഞങ്ങൾ ഇത്രയും വയസ്സുള്ളവരെ പഠിപ്പിക്കണമെങ്കിൽ അതൊരു ഏറ്റവും വലിയൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തന്നെയാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഒന്നും വിചാരിക്കാതെ ഞങ്ങളെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളെ പഠിപ്പിച്ചു. അവരുടെ ഒറ്റ ഒരു പരിശ്രമത്തിൻ്റെ ഫലം കൊണ്ടാണ് ഞങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജിമോൾ ടീച്ചറിൻ്റെ വഴിയാണ് ഞങ്ങളിവിടെ വന്നത്. ജിമോൾ ടീച്ചറിന് ഞങ്ങൾ ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ ലിറ്റി മാഡത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് വഴി ഞങ്ങൾക്ക് ഒത്തിരി അറിയാൻ സാധിച്ചു. നല്ലൊരു ക്ലാസ്സായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനായിട്ട് ക്ലാസ് എടുത്തിരുന്നു. അത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുളവാക്കി. അതിന് ലിറ്റി മാഡത്തിന് ഒത്തിരിയേറെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച സുനിൽ സാറിനും ജിമോൾക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായി നന്ദി പറയുന്നു. അവർ വഴിയാണല്ലോ ഞങ്ങളിവിടെ വന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ സിസ്റ്റർ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ അനുവാദത്തോടും ബ്രദറിൻ്റെ അനുവാദത്തോടും കൂടിയാണ് ഞങ്ങളിവിടെ വന്നെങ്കിലും ഇങ്ങനെ ഒരു നല്ല ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷവതരാണ്, തൃപ്തിയുള്ളവരാണ്. ഇനിയും കമ്പ്യൂട്ടറിൽ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. എന്നാലും ദൈവം ഇത്രയെങ്കിലും പഠിക്കാൻ തന്ന അവസരത്തിന് ഓർത്ത് നന്ദി പറയുന്നു. ഇവിടെയുള്ള മാനേജറായ ജോൺ സാറിനും ജിച്ചി ടീച്ചറിനും മറ്റുള്ള എല്ലാ സാർമാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യമേ തന്നെ എന്താ പറയാ, ഞാൻ ഇവരെ പരിചയപ്പെടുന്നതും എല്ലാം എൻ്റെ മൂത്ത ചേച്ചി സിസ്റ്റർ ജിഷ വഴിയാണ്. അപ്പോൾ എവിടെ പോയാലും നമുക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ വിഷ്ണംബർ എന്ന ഓർഗനൈസേഷൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി ഭാഗം എന്ന് മാത്രമല്ല അല്ലാതെ തന്നെ എവിടെയാണെങ്കിലും ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരിലേക്ക് എത്തുക, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരിലേക്ക് എത്തുന്നതും ചേച്ചിയും എല്ലാവരുമായിട്ട് മഠത്തിൽ വന്ന് സന്ദർശിക്കുകയും ഇവരുടെ കാര്യങ്ങളും എല്ലാം അറിയുകയും ചെയ്തു. അങ്ങനെയാണ് ഇവര് പ്രാർത്ഥനയാണ് മെയിൻ ഉള്ളത്. അത് ഒത്തിരി നല്ല കാര്യമാണ്. ഇവരുടെയൊക്കെ ഓരോ അത്രയും അമ്മമാരെ 19 പേരോളം അവിടെ ഇരുന്ന് പല പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെയും അതിനൊക്കെ ഫലങ്ങൾ ഒത്തിരി പേര് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തോടൊപ്പം തന്നെ ഒരു കാഴ്ചയില്ല എന്ന ഒരു പരിമിതി, അതൊരു പരിമിതിയായി മാത്രം കണ്ട് അങ്ങനെ ഒരുങ്ങുന്നതിൽ ഒരു ചെറിയൊരു വിഷമം അല്ലെങ്കിൽ ഒരു തോന്നിയായിരുന്നു. അതാണ് ഞാൻ കൂടുതലും സിസ്റ്ററിൻ്റെ അടുത്ത് പുറകെ നടന്ന് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ ഇവർക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മളും ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ അവിടെ പ്രാർത്ഥന നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് വളരാൻ പറ്റും എന്നുള്ളത് എന്താ പറയണ പലരും അതിലൊതുങ്ങി പോയിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് നേടാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാനും അത് കരസ്ഥമാക്കി നമ്മുടെ ഓരോരോ എന്താ പറയണ മറ്റുള്ളവരെ പോലെ തന്നെ എനിക്ക് കമ്പ്യൂട്ടർ ഇപ്പം ചേച്ചിമാരൊക്കെ ഇപ്പം പ്രായം ഇത്രയാണെങ്കിലും പക്ഷെ നമുക്ക് പഠനം എന്ന് പറയുന്നത് പ്രായം ഒരു പരിധിയല്ല, നമുക്ക് ലൈഫ് ലോങ് പഠിക്കാൻ പറ്റുന്നുള്ളതിനുള്ളതിന് ഉദാഹരണം പിന്നെയും ചേച്ചിമാരും കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിരുന്നാലും ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു കോഴ്സ് നിങ്ങൾ 21 ദിവസം പൂർത്തിയാക്കിയതിന് വളരെ നിങ്ങളെ എന്താ പറയണേ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമുക്ക് 6 മാസ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അതും ഒത്തിരി നല്ല കാര്യമായിരിക്കും. ഈ പ്രായത്തിൽ ഇനി എന്ത് എന്നല്ല, നമുക്ക് പ്രായപരിധി ഇല്ല. നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് എന്തും പഠിക്കാം. അപ്പോൾ ഇനി കൂടെയുള്ളവരും നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് അവരോടും പങ്കുവെക്കുക. പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഒരു അവസരമാണ്.
നമുക്ക് ഇത്രയും ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ പ്രൊവൈഡേഴ്സ് അവരൊക്കെ പറഞ്ഞപ്പോൾ ജോൺ സാറൊക്കെ അവരെ നിങ്ങളെ കൊണ്ടുവരാൻ അതിനൊന്നും ഒരു തടസ്സം പോലും അല്ല പറഞ്ഞത്. എല്ലാ കാര്യവും സജ്ജീകരിക്കാന്നുള്ള തുറന്ന മനസ്സോടെയായിരുന്നു ഇപ്പൊ സുനിൽ സാറും ജിജി മിസ്സും അതേപോലെ ജോൺ സാറും എല്ലാവരുടെയും കയ്യിൽ നിന്നുള്ള ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും ഒരു മനസ്സ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം അറിയാനും പഠിക്കാനും ഉള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളങ്ങളും നേരുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് വരുന്ന ഈ ബേസിക് കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പല ചിന്താഗതികളോട് കൂടിയാണ് ഇവിടെ വന്നത്. ഒന്നെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള പല ചിന്താഗതികളും കൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. ഇതിൻ്റെ ചിന്താഗതികളൊക്കെ പറയാം. കാരണം എനിക്ക് പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എന്നെക്കൊണ്ട് ഇതിന് സാധിക്കുമോ, ഞാനത് ചെയ്താൽ ശരിയാകുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഞാനിവിടെ വന്നതാണ്. പക്ഷേ ദൈവം ആഗ്രഹിച്ച് നമുക്കൊരു പദ്ധതി ഉണ്ടാവും. എനിക്കൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് ദൈവം തീരുമാനിച്ചു വെച്ച സന്ദർഭമായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഞാനിവിടെ വന്ന് അങ്ങനെയുള്ള ടെൻഷൻസൊക്കെ മാറി ഒന്ന് വന്ന് അതിന് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് സപ്പോർട്ടായിട്ട് കിട്ടിയത് നമ്മുടെ വിജു സാറിൻ്റെയും സന്ദീപ് സാറിൻ്റെയും പിന്നെ ലിറ്റി മേഡത്തിൻ്റെയും ക്ലാസ്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. 3 പേരെയും ഞാൻ വീണ്ടും എടുത്ത് എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒത്തിരി നിമിഷങ്ങൾ എനിക്ക് ഇവർ വഴി ദൈവം സമ്മാനിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പ്രായം എന്ന് പറയുന്നത് അത്ര ഇവരുടെ കൂട്ടത്തിൽ ഇത്തിരി ചെറിയ പ്രായമാണ്. പക്ഷേ ആ പ്രായത്തിൽ ഞാൻ ക്യാച്ച് ചെയ്യുമോ എന്ന് വിചാരിച്ച പല കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഇവരെ ചോദിച്ചാൽ ഉത്തരം പറയുമോ എന്നുള്ള പല കാര്യങ്ങളിലും എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എടുപ്പിക്കാനും ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്ന പല കാര്യങ്ങളും പതിപ്പം മ്യൂസിക് ആയിക്കോട്ടെ അങ്ങനെയുള്ള പല കാര്യങ്ങളും വീണ്ടും തുടരാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങളെ എത്തിച്ച ഞങ്ങളുടെ മോൾ ടീച്ചർക്കും അതിനുവേണ്ടി പ്രയത്നിച്ച സുനിൽ സാറിനും ടിജി ടീച്ചറിനും പിന്നെ ഈ എനേബിളിൻ്റെ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് അങ്ങനെ ടൈപ്പിംഗ് കുറച്ച് അറിയാമായിരുന്നു. ടൈപ്പിങ്ങിനെ പറ്റിയല്ല, ടൈപ്പ് ചെയ്യുന്നത് അടിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ സാറാണ് അങ്ങനത്തെ ഒരു ടെൻഷൻസ് ഒന്നും വരുത്താതെ എന്തും തുറന്ന് ചോദിക്കാം, എങ്ങനെയും പറഞ്ഞു തരാമെന്നുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു മൊമെൻറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നതിൽ ഇവർക്ക് നല്ല പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ പഠിച്ച് ഇപ്പോൾ ഒരുമാതിരി ചോദിച്ചാൽ പറയാൻ അങ്ങനെ സാധിച്ചില്ലെങ്കിലും ചെയ്ത് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ ഇതിനെല്ലാം സാധിച്ചതിന് ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ സാധിച്ചതിനും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നല്ല പെർഫോം ചെയ്ത് അത്യാവശ്യം എന്നെക്കൊണ്ട് പോലെ പെർഫോം ചെയ്ത് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി എല്ലാം ലഭിച്ചതിനും ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജോൺ സാറെ, ടീച്ചറെ, സുനിൽ സാറെ, വിജയമ്മ, മോളേച്ചി, ഈ സാറെ, സതി സാറെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും ഒന്നിൻ്റെ കാര്യങ്ങൾ പറയാനിരിക്കാൻ നിവൃത്തിയില്ല. ഈ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് വളരെയധികം താല്പര്യത്തോടു കൂടി തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. വിളിച്ചപ്പോൾ ഞങ്ങളെ ചോദിച്ചപ്പോൾ ആർക്കോ താല്പര്യം ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ തന്നെ ഞാൻ അതിനെ സമ്മതിച്ചത്. അപ്പോൾ കമ്പ്യൂട്ടറെ കുറിച്ച് എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. എന്താണ് കമ്പ്യൂട്ടർ, ശരിക്കും കാഴ്ചയില്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ജിമോളജി കൂടി പലർക്കും വഴിയില്ല. ജിമോളജി വഴി തന്നെയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം MPD വഴിയുള്ള കമ്പ്യൂട്ടറിൻ്റെ പഠനം പ്രവർത്തനം എല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു.
അതിന് ബിജുസാറും സന്നിസാറും ഒത്തിരിയധികം റിസ്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കഠിനമായ അധ്വാനം അവർ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ അവരുടെ കഠിനമായ പരിശ്രമം വഴിയാണ് ഞങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നത്. ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. എന്താ 6-ാം തീയതി കഴിയുന്നോടത്തപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ കുറച്ച് ദിവസം കൂടെ നീട്ടി കിട്ടി. അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും ഞാൻ മുൻപ് ടൈപ്പ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. അതുപോലെ ടൈപ്പ് ചെയ്യാനും എളുപ്പമായിരുന്നു. അത് മാത്രമല്ല പിന്നെ PC എടുത്തിട്ട് വേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് എഴുതാനും അതുപോലെ തന്നെ ഫയൽ ക്രിയേറ്റ് ചെയ്യാനും ഫോൾഡർ ഉണ്ടാക്കാനും ഏറ്റവും കൂടുതലായിട്ട് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാനും യൂട്യൂബ് എടുത്തിട്ട് പാട്ട് എല്ലാ സാധനങ്ങളും എടുക്കാനൊക്കെ സാറുമാർ ഞങ്ങളെ പഠിപ്പിച്ചു. ഗൂഗിൾ ഫോം വഴിയായും യൂട്യൂബ് വഴിയായും ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് സാറുമാർ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളത് സാറുമാർ തെളിച്ചുതരികയും ചെയ്തു. ഞങ്ങളത് പഠിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ അതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കൂടാതെ ചുറ്റുമായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സും നല്ലതായിരുന്നു. ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷകൾ തരുന്നതായിരുന്നു. ചുറ്റും പറഞ്ഞ പോലെ ഞങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോഴും ഈ കോഴ്സ് അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഒരു ലാപ്ടോപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും അതിൽ വർക്ക് ചെയ്യാനും അത് വീണ്ടും പഠിക്കാനും ഉള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നതായിരിക്കും. അതുകൂടാതെ ഇവിടെ ഞങ്ങളെ യാത്രയ്ക്ക് സഹായിച്ച സഹിച്ചേട്ടനും ജോസേട്ടനും ഞങ്ങൾ ഓർക്കെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുരേഷ് സാറ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സുരേഷ് സാറിൻ്റെ ആ മൊബൈൽ ക്ലാസ്സും ഒത്തിരിയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവിടെ അടുക്കള ചേച്ചിമാരായ ചേച്ചി ധന്യ ചേച്ചി ഇവരിലൂടെ ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും കാരണം ഇടയ്ക്ക് വെച്ചിട്ട് നിന്ന് പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. എങ്കിലും അത് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് പഠിപ്പിച്ച ബിജുസാറിനും സന്ധ്യ സാറിനും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അമൽ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഇവിടെ 21 ദിവസത്തെ കമ്പ്യൂട്ടറിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ആഗ്രഹമായിട്ടാണ് ഇവിടെ എത്തിയത്. കമ്പ്യൂട്ടറിനെ പറ്റി ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വിശദമായിട്ടൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ സന്ദീപ് സാറും ബിജു സാറും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും അവർ 21 ദിവസവും ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. അതുപോലെ തന്നെ ലക്കി മാമിൻ്റെ ലൈഫ് സ്കിൽസ് സെക്ഷനൊക്കെ നല്ലതായിരുന്നു. പിന്നെ മഠത്തിൽ നിന്ന ചേച്ചിമാർ അവരും നല്ലപോലെ തന്നെ ഇടപഴകുകയും പഠിക്കുകയൊക്കെ ചെയ്തു. അവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ ചേച്ചി, തെന്നി ചേച്ചി, സിന്ധു ചേച്ചി, അവർ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്ന മാനേജ്മെൻറ്റ് ജോൺ സാറ് അതിനുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താ പറയുന്നത്. ഞാൻ ആക്ച്വലി ഇതിന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കണമെന്ന് ബിജു സർ എന്നെ വിളിച്ച് പറഞ്ഞു. വിനയനോട് നേരത്തെ പറഞ്ഞിരുന്നു മാം 4 ക്ലാസ്സസ് എടുക്കണം. ഓക്കെ, ബിക്കോസ് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മൂവ് ആയിരുന്നു. സോ ബിക്കോസ് ഞാൻ അവിടുത്തെ ഫൗണ്ടേഷൻ വരുന്ന അതിന് ഉള്ളതേ ഉള്ളൂ. അപ്പം ഹിയർ ദെൻ ഐ സെഡ് ഓക്കെ. അപ്പം ഞാൻ ഇവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല, ഇവരെ പറ്റി അറിയില്ല. So I said I need to come here. എനിക്ക് ഇവരെ നേരിട്ട് കണ്ടാലേ എനിക്ക് ഇവരുടെ എന്താ വേണ്ടിയെന്ന് എനിക്കറിയുള്ളൂ. അപ്പോൾ when I came here, I was actually ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റണ്ടായിപ്പോയി. ബിക്കോസ് I didn't know that ഇങ്ങനെയും ജീവിതം പേടിച്ച് അവരുടെ ലൈഫ് പേടിച്ചിട്ട് ഒരിടത്ത് ഒതുങ്ങി കൂടി ഒരു ഹ്യൂമൻ ലൈഫ് അങ്ങനെയും ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. It was really painful. സത്യം പറഞ്ഞാൽ പിന്നെ ഇവരുടെ ആ പ്രാർത്ഥന ചെയ്ത് യെസ് ദാറ്റ് ഈസ് വണ്ടർഫുൾ. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്താ മോട്ടിവേഷൻ കൊടുക്കാൻ? ഇനി ഇവർക്ക് ദൈവമുള്ളപ്പം ഞാനായിട്ട് എന്താ ചെയ്യാൻ പറ്റും? ബട്ട് ദെൻ ഇവരുടെ ഷെയറിങ് കേട്ടപ്പം
and everything. I really am so. ഇപ്പോൾ ഇന്നാണ് ഞാൻ അറിയുന്ന what is her name? Gmol ഇത്രയും എഫേർട്ട് എടുത്ത് ഹാറ്റ്സ് ഓഫ്, സല്യൂട്ട് ടു ഹർ. ശരിക്കും ബിഗ് സല്യൂട്ട്. ആൻഡ് നിങ്ങളെ ഓരോരുത്തരെ നിങ്ങളുടെ ഒരു ഭയങ്കര കഴിവുള്ള അമല തൊട്ട് എല്ലാവരും പ്രായം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലീസ് ഡോണ്ട് തിങ്ക് പ്രായമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും പലതും ചെയ്യാം. ഐ ഹോപ്പ് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് വരും. ഇനി ഒരിക്കലും ഈ ഒതുങ്ങിക്കൂടി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവർ മനസ്സിലാക്കി നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാം, ലോകത്തിന് കൊടുക്കാം. ആൻഡ് ഷ്യോർലി നിങ്ങൾക്ക് ചെയ്യാൻ നോക്കും. ആൻഡ് ആ ശക്തിയിൽ വരണം. ആൻഡ് റിയലി താങ്ക്ഫുൾ ടു ദ മാനേജ്മെൻറ്റ് ഫോർ ഹോൾഡിങ് ദം. യുനോ എനിക്ക് ദൈവത്തിൻ്റെ ഒരു നിമിത്തമായിരുന്നു. വേറെ കുട്ടികളെ കിട്ടാനായിട്ട് നിങ്ങൾ ഇവരെ വലിച്ചുകൊണ്ട് എലിവുള്ളിൻ്റെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യാൻ വേണ്ടി വലിച്ചുകൊണ്ട് വന്നു. ബട്ട് ദാറ്റ് വാസ് എ റിയൽ ഗുഡ് മൂവ്. സത്യവും എനിക്ക് ഈ രണ്ട് വ്യക്തികളെ എത്ര നന്ദി പറഞ്ഞാലും കഴിയത്തില്ല. സുനിൽ സാറും ജിജി മിസ്സും ഞാൻ വന്നപ്പോൾ മുതൽ ദേ ബീൻ വിത്ത് മീ. എന്നെ അവരുടെ ഒരു അംഗം അവരുടെ വീട്ടിൽ വരെ ഞാൻ താമസിച്ചിട്ടുണ്ട്. വിച്ച് ദേ മേഡ് മീ മോസ്റ്റ് കംഫർട്ടബിൾ. എനിക്ക് ഒരിക്കലും ഞാനൊരു വേറൊരാളെന്ന് ഇവർ രണ്ടുപേരും കാണാതെ തന്നെ അവരുടെ വീട്ടിൽ സ്വീകരിച്ചിട്ടുണ്ട്. റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. And to the management and of course now Sandeep and Viju sir, all the best. Lot of ideas, young blood. Sandeepന് ഒത്തിരി ഉണ്ട്. Viju sir അതിലും കൂടുതൽ കലാകാരനും എല്ലാം കൂടി ആകുമ്പോൾ I'm sure it will be an asset for KVSS. And I hope you all take the best opportunity and get the best out of each one of us, including me. ഞാനൊരു volunteer ആണ്. But then yeah, whatever in my power എനിക്ക് ചെയ്യാം. I hope I will be able to do. ബിക്കോസ് ഞാനും ഈ BI കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് ബാച്ചിൽ വന്നത്. ഐ ഡിഡ്ന്റ് നോ. സോ ഞാനൊരു അമ്മയായിട്ട് അയ്യോ ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പറ്റും. പക്ഷേ ദേ പ്രൂവ് മീ റോങ് ദാറ്റ് ദേ ക്യാൻ ഡു എനിത്തിങ്. ഞാനൊരു അമ്മ ആകാൻ പാടില്ല, ഒരു സ്ട്രിക്റ്റ് മോഡൽ ആകുന്ന പോലെ ആയിപ്പോയി. സോ ലൈക്ക് ഇപ്പോൾ നോ കാരണം BI ആരെയും പറയും ഞങ്ങൾക്ക് ഇതൊക്കെ എൻ്റെ കൂട്ടുകൾ യുക്കാണ്ടു ചെയ്യാൻ പറയും. അപ്പം ലൈക്ക് ഇറ്റ്സ് ചേഞ്ച് എൻ്റെ തന്നെ മൈൻഡ് സെറ്റ് മാറി ദറ്റ് ഐ ക്യാൻ ഡു സോ മച്ച് ഫോർ യു ഓൾ. പിന്നെ അതുപോലെ ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ലൈക്ക് ഞാനൊരു പാർട്ട് ഓഫ് ഹിഡൻ വോയിസസ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഞങ്ങൾ ബുക്ക് വായിച്ചു കൊടുക്കും, ന്യൂസ് പേപ്പേഴ്സും ഒക്കെ. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റി ചെക്കറാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ മുന്നോട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അതിൻ്റെ അകത്ത് കുറേ ഓഡിയോ ലൈബ്രറി ഉണ്ട്. സോ ആ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ മൊബൈലിൽ കൂടി ഇത് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടും. നിങ്ങൾക്കൊരു വേറെ എങ്ങും പോയി പഠിക്കാൻ പ്രത്യേകിച്ച് പോകേണ്ട. ബിക്കോസ് ഇപ്പോൾ IAS എക്സാംസ് എഴുതുന്ന കുട്ടികൾ ഇതിൽ കൂടി ദേ ഹാവ് ബീൻ ഏബിൾ ടു ക്രാക്ക് ദി എക്സാം എഴുതാൻ ഒത്തിട്ടുണ്ട്. ബാങ്ക് സെലക്ഷൻ എക്സാംസിനും ആൻഡ് പ്രൊമോഷൻ ഇപ്പോൾ മായ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ പ്രൊമോട്ടഡായി ആ എക്സാം വരെ ഇവരുടെ ഞങ്ങൾ വായിച്ചു കൊടുത്തു. അവർ മാർക്ക് തന്നു, വായിച്ചു കൊടുത്തു, ഇവർ പഠിച്ചു, ഇവർ എഴുതി ആൻഡ് ദേ ഹാവ് ഗോൺ. സോ അങ്ങനെ ഇങ്ങനെ കുറേ രീതികൾ നിങ്ങൾക്കുണ്ട് വിച്ച് നിങ്ങൾക്കും അറിയത്തില്ല. സോ ഐ ഹോപ്പ് നിങ്ങൾ ബിജു സാറും സന്ദീപ് സാറും എന്നായിട്ടൊക്കെ ഇവിടെ ഈ മാനേജ്മെൻറ്റായിട്ടും ബന്ധം വെച്ചാൽ ഐ എം ഷ്യൂർ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ലൈഫിൽ. ഐ എം സോ ഹാപ്പി. ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ എന്നെ സ്വീകരിച്ചോ ചെയ്തതിന്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലിറ്റി മാഡം പറഞ്ഞതും ജീവനോട് പറഞ്ഞതും ഇവരിൽ പലരും പറഞ്ഞു ഇതൊക്കെ ഒരു നിമിത്തമാണ്. ദിസ് ഈസ് what they call in English providence. It is by providence I went up. And അതുപോലെ തന്നെ പ്രൊവിഡൻസ് ആണ് കുറേ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ബ്ലൈൻഡ് എഡ്യൂക്കേഷൻ 1950s തൊട്ട് നടക്കുന്നു. പക്ഷെങ്കിൽ അവരൊക്കെ ജീവിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതല്ലാതെ നന്നായിട്ട് ജീവിക്കാൻ അബണ്ടന്റ് ലൈഫിനുള്ള പോസിബിലിറ്റീസ് നോക്കില്ല. അതുകൊണ്ട് അവരെ ചിലർ കോഴി വളർത്തി, ചിലർ ആട് വളർത്തി, ചിലർ ലോട്ടറി വിറ്റു, ഇങ്ങനൊക്കെ
ജീവിച്ചു. പിന്നെ 2000-ന് ശേഷം, ഇൻഫാക്ട് വളരെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 2010-ന് ശേഷമാണ് കമ്പ്യൂട്ടറിൻ്റെ വരവും കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർസും എല്ലാം കൂടെ വന്നപ്പോൾ ബ്ലൈൻഡ് എഡ്യൂക്കേഷനും ബ്ലൈൻഡിൻ്റെ കോമ്പിറ്റൻസിക്കും substantial difference. As of today, blind can do 99% activities which every human being do in any office or any manufacturing unit anywhere. Because you can hear that, you can put it on your keyboard. Now, what is there on your talking screen, you can hear. And so, അതുകൊണ്ട് ലെറ്ററിൽ നിന്നും ശബ്ദത്തിലേക്കും ശബ്ദത്തിൽ നിന്ന് ലെറ്ററിലേക്കും പോയി കഴിഞ്ഞപ്പോൾ ബ്രെയിലിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം നമ്മൾ മറികടന്നു. ബ്രെയിൽ വേണ്ടാന്നല്ല, ബ്രെയിലിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം നമുക്ക് മറികടന്നു. വി ആർ ഓൾമോസ്റ്റ് ലൈക്ക് എനിത്തിങ് വി ക്യാൻ ഡു. എനിത്തിങ് വി ക്യാൻ ഡു. ഇവരെ ആദ്യം കണ്ട ദിവസം ഐ സെഡ് നോട്ട് ഓൺലി വിൽ ടീച്ച് യു കമ്പ്യൂട്ടർ, we will rehabilitate you with a DTP center. അതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. പിന്നെ ഞാൻ കൂടുതൽ ആലോചിച്ചപ്പോൾ വെറ്റിമാൻ പറഞ്ഞതുപോലെ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ റിക്വയർസ് ഓഡിയോ ബൈബിൾസ്. Audio Bibles. I can start making audio Bibles. I can start making audio classics. Classics. And so forth. There are so many, avenues if you start thinking which can be done. ആ കവാടങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആണ് എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ ആളുകളുടെ ഒരുപാട് അടക്കമുള്ള അറിവിലേക്ക് ഞാൻ പറയുക. ഈ 1950s തൊട്ട് ഈ 2000 ഇടയ്ക്കുള്ള 50 years ആ ക്രൗഡ് ഒരു ബാക്കിലോട്ട്. ആ ക്രൗഡിന് ഈ പ്രിവിലേജസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവരൊക്കെ ആ ക്രൗഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നായിരുന്നു. ഇവരൊക്കെ പലരും ഇങ്ങനെ ബ്ലാക്ക് ഹോളിൽ ലാൻഡ് അപ്പ് ചെയ്തിട്ടുള്ളവർ ഉണ്ട്. ആ കണക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലും വരുന്നില്ല. എനേബിൾ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല, GEയുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല, ആരുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ബൈ പ്രൊവിഡൻസ് that we have come to know, and now I am in the process of finding out that crowd, that backlog. Once and for all we have to clear, only then it will function properly. അത് നമുക്ക് കിട്ടുന്നത് predominantly from the alumni of 12 institutions, plus the alumni or otherwise the past data of open schools. This is what really constitute the blind students number. അപ്പോൾ ആ നമ്പറിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനം probably we may have to do in partnership with various agencies put together. You should do it. അത് നിങ്ങൾ പഠിച്ചു എന്നൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷം. നിങ്ങൾ ആർക്കെങ്കിലും ഹയർ കോഴ്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ തയ്യാറാണ്. ഒന്ന്. രണ്ട്, പേഴ്സണൽ ലെവലിൽ 1, 2, 3 പേര് നമ്പറൊന്നും ബോധ ചെയ്യണ്ട. ഈ നമ്മുടെ ഫ്രെയിമിന് വെളിയിൽ യു വോണ്ട് ടു ലേൺ മോർ അബൌട്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡു സെർട്ടൻ ജോബ് വിത്ത് ദാറ്റ്, നമുക്ക് അത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഓഡിയോ ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഓഡിയോ ബൈബിളൊക്കെ ഉണ്ടാക്കാം. അതിനുള്ള ഓഡിയോ ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കാം. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ 19 പേരിൽ ഇനി ആരെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ ചെയ്യാൻ നിങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ
കമ്പ്യൂട്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ 2 ഓൺലൈൻ അഡീഷണൽ കോഴ്സസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടൈം ഒരു കോഴ്സ് ഐ വാണ്ടഡ് ടു ഡെഡിക്കേറ്റ് ഇറ്റ് with the approval of Enable India for this backlog. So that we will everyone will get empowered. Exactly. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. അത് ഒരു ബാക്ക്ലോഗും വൺ ടൈം സൊല്യൂഷനും ആയതുകൊണ്ട് WHO കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രിൻസിപ്പിൾസിനെ വേണമെങ്കിൽ bypass ചെയ്ത് പോലും we can plan some rehabilitation activities because that is not going to be long lasting. It is only a temporary phenomena for maybe another decade or 2. ഉള്ള കാര്യത്തിൽ ചിന്തിക്കാം. ഓർമ്മിക്ക് culture and art also is taking into their agenda. അതിനെക്കുറിച്ചുള്ള അങ്ങനെയുള്ള അതിനെ കേട്ടു. ഇപ്പോൾ സാറ് പറഞ്ഞത് ഇൻട്രക്റ്റീവാണ്. ഷെറിൻ, she is a dropout. She has not completed her degree in music. Third year വരെ പോയി പരീക്ഷ എഴുതാതെ. We can even possibly arrange that. Also, in the sense, with the Kaladi Sanskrit University, we have 2 children, multiple disability children who are, one is doing post-graduation. Wow. So they also know about us and about the blind. So possibly we could even talk to the highest levels, like Vice Chancellor, somebody where you circumvent all rules and laws and accommodate, you are that she can complete it. She's got a beautiful voice. Yes. We can try all that. We can try all that. Other നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സും കാൻഡിഡേറ്റ്സും കീപ് ഇൻ ടച്ച് ഈച്ച് അതർ. അത് ഞാനത് കുറേ ഒക്കെ ഞാൻ ബിജുമാനത്തിനോട് കീപ് ഇൻ ടച്ച് വിത്ത് ദം. യു വിൽ ട്രൈ ടു ഡു സം വണ്ടേഴ്സ്. ഓക്കെ, എല്ലാവർക്കും വളരെ സന്തോഷം, നന്ദി. ഈ ആശംസകൾ പറഞ്ഞതിന് ശേഷം രാജസാറ് സമ്മതം. ഈ കോഴ്സിൻ്റെ ഇൻസ്ട്രക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ബിജു, സന്ദീപ്, നീമോട് പോയി. ഇവിടെ മോഡറേറ്ററായിട്ട് ഇവരെ മോഡറേറ്റല്ല പ്രോത്സാഹനം നൽകുന്നതായ നിറ്റി, ജോണി, ബിജി, ഇദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്ന സുനില്, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു കോഴ്സ് എനേബിൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് നടത്തുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നാലും വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരുന്നു, കഴിവുകളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളായിരിക്കില്ല വേറൊരാൾക്ക് വരുമ്പോൾ. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളായിട്ടല്ല കാണുന്നത്, ഇതിനെയെല്ലാം ഓപ്പർച്യൂണിറ്റീസായിട്ട് കാണുകയാണെങ്കിൽ ഏത് സാഹചര്യം വന്നാലും നമുക്ക് അവിടെയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കും. ബൈബിളിൽ 3 തരത്തിലുള്ള ആളുകളെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് 3 പേർക്കും കഴിവുണ്ടായിരുന്നു, പക്ഷെ 2 പേര് മാത്രമേ അവരുടെ കഴിവുകൾ വിനിയോഗിച്ചുള്ളൂ. ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠകൾ കാരണം ഒന്നും ചെയ്യാതെ പ്രവർത്തിക്കാതെ ഇരുന്ന ഒരു വ്യക്തി. ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ ആ ദൈവത്തിങ്കൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒരാൾ ബ്ലൈൻഡായിട്ട് ജനിക്കുന്നുവോ, പിന്നീട് ബ്ലൈൻഡ് ആവുന്നുവോ, അല്ലെങ്കിൽ ഡെഫായിട്ട് ജനിക്കുന്നുവോ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നിനെയും ജീവിതത്തിൽ നിരാശയോടുകൂടി കാണാതെ നമ്മുടെ പ്രയാസങ്ങൾ ദൈവത്തോടുകൂടി ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തും. അത് ഏത് വിധത്തിലാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അതിനായിട്ട് ദൈവം നമുക്കെല്ലാം ഇടയാക്കട്ടെ. ഈ കോഴ്സിലെ എല്ലാ ഭാവി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇപ്പം നമ്മുടെ ഇതിൽ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന മായ ടീച്ചർ, പിന്നെ അസ്ന,
പിന്നെ ഏറ്റവും പ്രിയമുള്ള നമ്മുടെ CCP എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരിമാർ, അതുപോലെ അമല്. എന്താ പറയുക, ഭയങ്കര ഒരു എങ്ങനെ നിങ്ങളെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല. കാരണം ഞങ്ങളവിടെ CCPയിൽ വന്നിരുന്നു. ജിമോള് പറഞ്ഞിരുന്നു ഇങ്ങനെ അവിടെ കുറേ പേരുണ്ടെന്നൊക്കെ നമുക്കറിയായിരുന്നു. പക്ഷേ ജിമോള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പേ ആ സിസ്റ്ററോട് ചോദിച്ചിരുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെ. നിങ്ങളെല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇവിടെ കോഴ്സ് നടത്താനായിട്ട് നമ്മൾ കുറേ ആളുകൾ വിളിക്കുമ്പോഴൊക്കെ ഇവർക്ക് 21 ദിവസത്തെ കോഴ്സ് ആയതുകൊണ്ട് പലർക്കും വേണ്ട. പിന്നെ എല്ലാവരും ഓരോ കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഓഫ്ലൈൻ കോഴ്സിന് അവർക്കൊന്നും പങ്കെടുക്കാനായിട്ട് അസൗകര്യമാണ്. എല്ലാവരും ഡിഗ്രിക്ക് പുതിയതായിട്ട് ചേർന്നു, മറ്റുള്ള കോഴ്സുകൾക്ക് ചേർന്നു. അപ്പോൾ ഈ സമയത്ത് മറ്റുള്ള ആർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കോഴ്സിൻ്റെ ടൈമിൽ തന്നെ അത് നടത്തണമെന്ന് എനേബിളിൻ്റെയൊക്കെയാണെങ്കിൽ നിർബന്ധമാണ്. നമ്മുടെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചുള്ളൊരു കോഴ്സ് ആയതുകൊണ്ട്. അപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾ ഇത്രയും പേര് അവിടെ ഉണ്ടെന്നും നിങ്ങൾ പലരും ഡിഗ്രി കഴിഞ്ഞവരാണ്, BEd കഴിഞ്ഞവരുണ്ട്, BA മ്യൂസിക്കുകാരുണ്ട്. നിങ്ങളെല്ലാവരും ദൈവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കുറേ എന്താ ഒരു സന്യസ്തരാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം സ്വഭാവത്തിന് സ്വീകരിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഇവരെല്ലാവരും അതുപോലെ. കഴിഞ്ഞ ദിവസം ബിജു സാറ് എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു, ടീച്ചറെ ഞാൻ ഇത്രയും കോഴ്സുകൾ ചെയ്തിട്ടും ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നിങ്ങളെ പഠിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. സാറ് ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു സന്തോഷത്തോടു കൂടി ഇത്രയും നിങ്ങൾ നേരത്തെ സന്തോഷ് സാറ് പറഞ്ഞു ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളവരാണ് നിങ്ങളെന്ന്. ശരിക്കും അതെ, നിങ്ങൾ ദൈവം തൊട്ട ആളുകൾ തന്നെയാണ്. കാരണം നിങ്ങൾ അത്രയും മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ സ്ഥാപനത്തിൽ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ച് മറ്റുള്ള ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ വരെ കൊണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു മധ്യസ്ഥരാണ്. ദൈവത്തിനും ആ നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഇടയിൽ ഒരു മധ്യസ്ഥരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഷൈനിയൊക്കെ കുറച്ച് നമുക്ക് പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. എന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നമ്മുടെ ഈ അതിരൂപതയിൽ കേരളം മുഴുവനായിട്ട് നടത്തുന്ന സീറോ മലബാർ സഭ നടത്തുന്ന ലോഗോസ് ക്വിസ് ഉണ്ട്, ബൈബിൾ ക്വിസ്. എപ്പോഴും ഫസ്റ്റ് കിട്ടുന്ന അതാണ് വ്യക്തിയാണ്. അപ്പോൾ ഇവർ ഇത്രയും ടാലൻറ്റഡ് ആണ്. ഇവർ ഒന്നും അവിടെ ഇവർക്ക് എത്രയോ ഈ ബൈബിള് മാത്രം വായിച്ച് ഇവർ തന്നെ അവർക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളെല്ലാം എഴുതുന്നു. അത് വായിച്ച് പഠിച്ച് എല്ലാ വർഷവും ബൈബിൾ ക്വിസിൽ ഫസ്റ്റ് വരുന്നു. അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ ഇടയ്ക്ക് പാതി വഴിയിലൊക്കെ ഉപേക്ഷിച്ച് ഇനി ഞങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥന ദൈവത്തിനോട് കൂടുതൽ അടുത്ത് ദൈവസന്നിധിയിലായിരുന്നവരായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വാതിൽ തുറന്ന് തരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു കാരണമായി. അപ്പോൾ ഒരുപാട് ആളുകളുടെ അതുപോലെ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ. മാനേജ്മെൻറ്റിന് അങ്ങനെ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, പക്ഷെ അവർ ആ റിസ്ക് കൂടി ഏറ്റെടുത്തു. എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ടുവരാനായിട്ട് കാർ ഏർപ്പെടുത്തുന്നു, നിങ്ങളെ രാവിലെ വന്ന് വിളിക്കുന്നു, നിങ്ങളെ വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോകുന്നു, നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു, നല്ല മിടുക്കരായ അധ്യാപകർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു കൈവയ്പ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ നല്ല ഒരു സപ്പോർട്ടുണ്ട്. നിങ്ങൾ പ്രായപരിധി കഴിഞ്ഞിട്ടും പ്രായം അവർ പറയുന്ന 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സിനുള്ള പ്രായം വെറും ഒരു ന്യൂമറിക്കൽ ഇൻഡിക്കേറ്റർ മാത്രമാണെന്ന് നിങ്ങൾ തെളിയിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ദിവസം വിചാരിച്ചു നിങ്ങൾക്കിത് മടുത്തു പോകുന്നു വിചാരിച്ചു. പക്ഷെ നിങ്ങളുടെ തന്നെ ആ ഫീഡ്ബാക്കൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ കൂടി ഒരു ഇൻട്രസ്റ്റ് ആയി ഇത് പഠിക്കാൻ, ഇനിയും കൂടുതൽ അറിയാനായിട്ട്. നിങ്ങൾ ഇപ്പോൾ ബൈബിൾ എഴുതുന്നു, ഇനി നിങ്ങൾക്ക് സ്റ്റോറി ബുക്ക് എഴുതാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ ബ്രെയിലിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതണ്ട. അത് ബ്രെയിൽ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ബ്രെയിൽ മാറ്റേഴ്സൊക്കെ നമുക്ക് ബ്രെയിലായിട്ട് മാറ്റേഴ്സൊക്കെ നമുക്ക് ബ്രെയിലായിട്ടോ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ എഫേർട്ട് വളരെയധികം കുറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഡിവോഷണൽ സോങ്സ് ആയാലും കേൾക്കാനും യൂട്യൂബ് സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ അറിയാം. നിങ്ങളുടെ പഠനത്തിൽ തന്നെ നിങ്ങൾക്ക് ആരെ ആശ്രയിക്കാതെ സ്വയം പഠനം നടത്താം, AI ഉപയോഗിച്ചൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു വാതിലാണ് ഇപ്പോൾ സന്ദീപ് സാറും ബിജു സാറൊക്കെ നിങ്ങൾക്ക് തുറന്നു തന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാം. അതൊന്നും പ്രായമൊന്നും ഒരു പരിമിതിയല്ല, ഒരു പരിധിയല്ല. അതൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നതാണ്. നമുക്ക് അറിയാം. ഇപ്പോൾ ഇവരൊക്കെ നിങ്ങളെല്ലാം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായാൽ നമുക്ക് എത്ര 90 വയസ്സായാലും
പഠിക്കുക അല്ലേ? എത്ര പ്രായമൊന്നും ഒന്നിനും ഒരു തടസ്സമല്ല. അപ്പോൾ നിങ്ങളത് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. നിങ്ങൾ ഇനി വെറുതെ ഇരിക്കരുത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സാറ് പറഞ്ഞ പോലെ നമുക്കൊരു കൾച്ചറൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മാനേജ്മെൻ്റൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട്, ബ്രെയിൽ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിരിക്കും, ഓഡിയോ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിരിക്കും, അതുപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ കോൺവെൻറ്റിൽ ഇരുന്ന് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഒരു എന്താ നിങ്ങളുടെ ഒരു സഹോദര സ്ഥാപനമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളുകളായിട്ട് എപ്പോഴും കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി ഞങ്ങളെല്ലാവരും നിങ്ങളോട് കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകിയ ഞങ്ങളുടെ മാനേജ്മെൻറ്റിനും എനേബിൾ ഇന്ത്യക്കും ട്രെയിനർമാർക്കും ഒക്കെ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. പ്രത്യേകിച്ച് നിങ്ങളുടെ മദറിനോടും അതുപോലെ നിങ്ങളുടെ ബ്രദർ സ്കറിയ ബ്രദറിനോടൊക്കെ. നിങ്ങളുടെ അടുത്തൊരു സഹോദര സ്ഥാപനമുണ്ട് CCBയുടെ തന്നെ മെയിൻ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ലൊരു മനോഹരമായ അമേരിക്കൻ ബ്രെയിൽ പ്രസ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അറിയാം. അപ്പോൾ നിങ്ങളുടെ സ്കറിയ ബ്രദറിനോട് തന്നെ നിങ്ങളും അത് ആവശ്യപ്പെടണം. നമുക്ക് ആ ബ്രെയിൽ പ്രസ് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് ഒരുപാട് നമുക്ക് നമ്മുടെ ബ്ലൈൻഡ് സമൂഹത്തിന് VI സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ പ്രസ്സിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളതിന് നിങ്ങളുടെ മദറിനോടും അതുപോലെ സ്കറിയ ബ്രദറിനോടൊക്കെ ആവശ്യപ്പെടണം. നമുക്ക് അവിടുത്തെ വിൻസനച്ചിനോട് ചോദിച്ച് ആ ബ്രെയിൽ പ്രസ്സൊക്കെ നമുക്ക് വാങ്ങി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. കുറച്ച് എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയതിൽ കൂടുതൽ ആൾക്കാർ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു നിയോഗമായിരിക്കും കൂടുതലും. ജീവിതത്തിൻ്റെ പകുതി ഭാഗത്ത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കാൽഭാഗത്ത് വെച്ച് കാഴ്ച പോയി അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ആൾക്കാരാണ്. അങ്ങനൊരു ഫോളോ അപ്പ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പൂർണ്ണമായി കാഴ്ചയില്ലാത്തവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വളരെ പതറ്റിക്ക് ആ വാക്ക് ഉപയോഗിക്കാമെന്നറിയില്ല, എന്നാലും അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ഇരുട്ടായി പോകുന്ന അവരുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് എനിക്ക് കൂടുതൽ പഠിപ്പിക്കാൻ കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല പിന്നെ നോർമലി ബൈ ബർത്തൊക്കെ കാഴ്ചയില്ലാത്ത ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക നിയമമാണെന്ന് തോന്നുന്നു. അതുപോലൊരു നിയമമാണ് ഇപ്പോൾ സംഭവിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബാച്ചിന് ട്രെയിനേഴ്സിന് കിട്ടുന്നത്. ഈ പ്രായപരിധിയുടെ കെട്ടുപാടുകളിൽ നിന്നെല്ലാം മേളിലോട്ട് പോയി നല്ല രീതിയിൽ അതായത് പ്രായം പഠിക്കുന്നതിനൊരു തടസ്സമല്ലെന്ന് ഇവർ 5 പേര് ഒരുപോലെ പ്രൂവ് ചെയ്തു. കാരണം ഇതിൽ നമ്മൾ സാധാരണ ഒരു ബാച്ചിനെ എടുക്കുമ്പോൾ അതിൽ ലെവലിൽ കുറഞ്ഞ് ക്യാപ്ചറിങ് ലെവലിൽ കുറഞ്ഞവരുണ്ടാവാൻ കൂടിയത്. പക്ഷേ സന്തോഷത്തോടെ പറയുകയാണ് ഇവർ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതേപടി അവർ പറഞ്ഞു. തുടക്കത്തിൽ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ട്, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ഈ ട്രെയിനിങ്ങിൻ്റെ എൻഡായപ്പോഴേക്കും അവർ ഒരുപോലെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അത്രയും സന്തോഷത്തോടെ, അത് മാത്രമല്ല നമ്മൾ പകർന്നു കൊടുക്കുന്ന എന്തായാലും പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് പഠിക്കണമെന്നുള്ള താല്പര്യത്തോടെ അങ്ങനെ ഒരു ബാച്ച് റിയലി ഇറ്റ് ഈസ് വണ്ടർഫുൾ. അങ്ങനെയല്ല, എനിക്കൊന്നും പറയാനില്ല. രണ്ടാമത് അതിനേക്കാൾ എനിക്ക് ഓർബിക്കിൻ്റെ ഒരു അനുഭവം, അതായത് ഞാൻ പല സ്ഥലത്തും ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എനേബിൾ ഇന്ത്യ. ബട്ട് എൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് എൻ്റെ ഫ്രീഡത്തിനനുസരിച്ച് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഓർബിക്കിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ജോൺ സാറിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. കാരണം ജോൺ സാറിനോട് എന്ത് കാര്യം പറഞ്ഞാലും സാർ അപ്പോഴേ ഓക്കെ, അതിൽ പിന്നെ യാതൊരു തടസ്സവുമില്ല. യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ, അത് കഴിഞ്ഞിട്ട് തന്നെ അറിയിച്ചാൽ മതി. അങ്ങനെ ഒരു ഫ്രീഡം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സങ്കല്പങ്ങൾ കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കാഴ്ച വെല്ലുവിളി നേടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാക്കുമെന്നാണ് ശരിക്കും എൻ്റെ സങ്കല്പം. ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അത്തരം വഴികളിലൂടെ നടക്കാൻ ആ ചലഞ്ചസ് എന്താ റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായി സപ്പോർട്ട് തരാനുള്ള ജോൺ സാറിൻ്റെ ഏറ്റവും വലിയൊരു മനസ്സ്, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ ബ്ലൈൻഡ് സ്കൂളിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ സുനിൽ സാറും ടീച്ചറും പറയാതിരിക്കാൻ വയ്യ. അവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഒരേ സങ്കല്പമാണ് വൃത്തിയേർന്നപ്പോൾ അവരുടെ ഒരു ടാലൻറ്റ് ഒരുമിച്ച് ചേർന്നപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു ബെനിഫിറ്റ്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിയലി ഒരു സ്ട്രെയിഞ്ചായിട്ട് എന്താ പറയുന്നത്, അത്രയും വളരെ വലിയൊരു അനുഭവം. പിന്നെ ലിറ്റി മാമിനെ ഞാൻ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടില്ല. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ദിവസം വിനയ് എൻ്റെ അടുത്ത് പറഞ്ഞു ലിറ്റി മാമിനെ വിളിച്ചാൽ മതി, ഷീസ് അവർ വോളണ്ടിയർ എന്നൊക്കെ പറഞ്ഞിട്ട്
വന്നപ്പോൾ ലിറ്റിമ ഇവിടെ വന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരി ഒരു വോളണ്ടിയർ തോന്നി. പക്ഷേ മാഡം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു ചേച്ചിയാണ് ഇവിടെ വന്നിട്ടുള്ളത്, അല്ലാതെ എനിക്ക് ഒരു അപരിചയമായിട്ടോ വരുന്നൊരു വോളണ്ടിയറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു ഫാമിലി അന്തരീക്ഷം ഇവിടെ കിട്ടി. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ സുനിത ആയാലും സിജി ആയാലും ധന്യ ആയാലും പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ഏത് സ്റ്റാഫായാലും നമ്മൾ വളരെ ഇവരെല്ലാം നമ്മൾ കുടുംബത്തിലുള്ളവരുടെ ഒരു ഫീൽ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എനിക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇവിടെ നൽകുന്നത് അതിനൊക്കെ ഒരുക്കി തന്ന ദൈവം അതൊരു വലിയ കാര്യമാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ വിളിക്കാം. അതുപോലെ നമ്മളൊരു ഒരുപാട് പദ്ധതികളിലൂടെ തയ്യാറാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം വേണം. ഇപ്പോൾ ലിറ്റി മാം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളെ ഈ കാഴ്ചപരിമിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിജ്ഞാനദീപം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ വിജ്ഞാനദീപം, ടെക് വിഷൻ, ഓഡിയോ ലൈബ്രറി, സൗഹൃദവേദി, അങ്ങനെ കുറേ പള്ളിക്കൂടം, വായനവേദി, കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ വിവിധ ആശയങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗ്രൂപ്പുകളുള്ള ഒരു കൂട്ടായ്മയാണ് ഈ വിജ്ഞാനദീപം. അതിൻ്റെ ഒഫീഷ്യൽ ഓഡിയോ എഡിറ്ററാണ് ഞാൻ. അതിൻ്റെ അത് നമുക്കതിൽ ചേരാൻ കഴിയും. ധാരാളം ബുക്കുകളുടെ ലൈബ്രറി, ഏകദേശം 6,000-7,000 ബുക്കുകളുണ്ട്, 600ഓളം വോളണ്ടിയേഴ്സുണ്ട്. അത്രയും വിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോഴും ഞങ്ങൾ എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് പുസ്തകങ്ങളോ അല്ലെങ്കിൽ പത്രമൊക്കെ വായിച്ചു തരാൻ തയ്യാറുള്ള വോളണ്ടിയർമാർ എടുക്കുന്നുണ്ട്. അംഗങ്ങളെ ചേർക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ അറിവ് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കോഴ്സ് ഇത്രയും വലിയ ഒരു വിജയമാക്കി തീർത്ത ഇതിൻ്റെ പ്രധാന കണ്ണികളായ കാൻഡിഡേറ്റ്സിനും സാഹചര്യം ഒരുക്കി തന്ന മാനേജ്മെൻറ്റിനും അതുപോലെ സോഴ്സിങ്ങിന് സഹായിച്ച നമ്മളെപ്പോഴും കൂടെയുള്ള ജിജി ടീച്ചർ, സുനിൽ സാർ, അതുപോലെ നമ്മൾ ഇതിനായിട്ട് പങ്കെടുത്ത സന്ദീപ് സാറ്, ലിറ്റി മാം, പിന്നെ നമ്മളോട് എപ്പോഴും കൂടായി നിൽക്കുന്ന നമ്മുടെ വിനയ് സാറ്, എനേബിൾ ഇന്ത്യ, ഇവർക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാനൊരു നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു. സാറ്, ലിറ്റി മാം, ജിമോളേച്ചി, സാറ്, സന്ദീപ് സാറ്, എൻ്റെ കൂട്ടുകാർ, വിനീതമായ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ മുമ്പിൽ നന്ദി പറയുക എന്നുള്ള കർത്തവ്യത്തിനായി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഏറ്റവും ആദ്യം നന്ദി പറയുന്നത് ദൈവത്തിനാണ്. ദൈവമാണ് ഇങ്ങനെ ഒരു ഇടപെടലിലൂടെ ഞങ്ങളെ ഈ കമ്പ്യൂട്ടർ കോഴ്സ് പങ്കെടുക്കാൻ ഞങ്ങളെ സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ഇതിന് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ് പഠിക്കാനായിട്ട് ഇതിൻ്റെ വാതായനങ്ങൾ തുറന്നു തന്ന KPS മാനേജ്മെൻറ്റിനോട് ആദ്യമായി നന്ദി പറയുന്നു. മാനേജ്മെൻറ്റിൽ ജോണച്ചൻ ആദ്യമായി ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ഇവിടെ കടന്നു വന്നിരുന്നു. ജോണച്ചന് ആദ്യമായി ജോണച്ചൻ്റെ സാന്നിധ്യത്തിൽ ജോണച്ചന് ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം രാജു സാറ് തിരക്കുകളുടെ ഇടയിലും ഞങ്ങളുടെ അടുത്ത് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി ആശംസകൾ പറയുകയും ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രാജു സാറിനും നന്ദി പറയുന്നു. പിന്നെ ജോൺ സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രോത്സാഹനം നൽകി ഇപ്പോൾ തന്നെ നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം എന്ന നല്ല വാക്കുകളിലൂടെയൊക്കെ ഞങ്ങളെ ഇനിയും പ്രോത്സാഹിപ്പിച്ച് നന്നായി ഇനിയും ചെയ്യണമെന്നുള്ള നല്ല കഴിവുകൾ ഞങ്ങളുടെ കഴിവുകളെല്ലാം ഇനിയും പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള നല്ല പ്രസംഗത്തിലൂടെയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇനിയും ഞങ്ങളുടെ ഒപ്പം നിങ്ങളുണ്ടെന്ന് ജോൺ സാറുണ്ട്, ഈ മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുള്ള വലിയ ഉറപ്പും വാഗ്ദാനവും എല്ലാം നൽകിയതിനെല്ലാം ജോൺ സാറിനും മാനേജ്മെൻറ്റിനോടെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ജിജി ടീച്ചറിൻ്റെ സ്കൂളിലുള്ള അച്ഛന്മാരെന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ഈ സമയം ഇവിടെ കടന്നു വന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നല്ല പ്രോത്സാഹനം നൽകി ഞങ്ങൾക്ക് വേണ്ടി നല്ല ഇനിയും അച്ഛനോട് പറഞ്ഞ് ബ്രെയിൽ പ്രസ് എടുക്കണം, അത് വാങ്ങിക്കണം, ഇനി ബൈബിളൊക്കെ അടിക്കണമെന്നുള്ള നല്ല വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു ഇനിയും ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച ജിജി ടീച്ചറിനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ സുനിൽ സാറും ഞങ്ങൾക്ക് ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സിലൂടെയും ഗെയിം വാക്ക് ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു സുനിൽ സാറിനും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഡ്രൈവർ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്ഫുള്ളായിട്ട് പരിചയമില്ലാത്ത ഡ്രൈവർ വന്നപ്പോൾ ആ ഡ്രൈവറിൻ്റെ മുമ്പിൽ വഴികാട്ടിയായി വന്നതും അങ്ങനെ എപ്പോഴും ഏത് സമയത്തും ഞങ്ങൾക്ക് വേണ്ടി
ഞങ്ങളെ സഹായിക്കാനായി കടന്നു വന്ന സുനിൽ സാറിനും നന്ദി പറയുന്നു. പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനും ഓൺലൈനിലുമായിട്ടും പിന്നെ നേരിട്ടും വന്നും ഞങ്ങൾ ക്ലാസ് എടുക്കാനായി ദൂരെ നിന്ന് കാക്കനാടിന് ഒത്തിരി ബുദ്ധിമുട്ടിയും ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വന്നു. പിന്നെ ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് കടന്നു വന്ന ലിറ്റി മാമിനും ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സിലൂടെ ഒത്തിരി മോട്ടിവേഷൻ നൽകി ഞങ്ങൾക്ക് വേണ്ടി ഇനിയും നിങ്ങൾ ഉയരങ്ങൾ കൈയടക്കണം എന്നുള്ള വലിയ വാഗ്ദാനങ്ങളും പ്രോത്സാഹനവും ഒക്കെ നൽകിയ ലിറ്റി മാമിനും ഈ നിമിഷം നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ സാറുമാരായ ബിജ് സാറിനും സന്ദീപ് സാറിനുമാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത്. അവരാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ദിവസങ്ങളിൽ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു ക്ഷമയോടെ ഞങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടറിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി അവരുടെ ആരോഗ്യവും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷീണവും രോഗാവസ്ഥ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഒത്തിരി ക്ഷമയോടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അവർ കാണിച്ച നല്ല മനസ്സിന് നന്ദി പറയുന്നു. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ ഞങ്ങൾക്ക് ഒരുവിധം തന്നെ പറഞ്ഞു തരും. NVIDIAയുടെ സഹായത്തോടെ സ്ക്രീൻ റീഡറിൻ്റെ സഹായത്തോടെ NVIDIAയുടെ എല്ലാ ഭാഗങ്ങളും ഡെസ്ക്ടോപ്പും നോട്ട്പാഡും വേഡും പിന്നെ ടാസ്ക് ബാറും ടാക്സ് വ്യൂ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ യൂട്യൂബിൽ എങ്ങനെ കടക്കാം, ഗൂഗിൾ ക്രോം വഴിയായിട്ട് യൂട്യൂബിൽ എങ്ങനെ കടക്കാം, അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിലൂടെ എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്രദമായ രീതിയിൽ ഞങ്ങൾക്ക് പകർന്നു തന്ന സാർമാർക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ജിമോളജിയുടെ അസാന്നിധ്യത്തിലും ജിമോളജി വഴിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. ജിമോളജിയുടെ അസാന്നിധ്യത്തിൽ ജിമോളജിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഏറെ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ സ്കറിയ ബ്രദറിനോടാണ്. ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ബ്രദറിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. ബ്രദർ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരാൻ പറ്റുകയില്ലായിരുന്നു. ബ്രദറിൻ്റെ അസാന്നിധ്യത്തിൽ ബ്രദറിനും പിന്നെ ഞങ്ങളുടെ ബ്ലസ്സി സിസ്റ്ററിനും ഞങ്ങളുടെ അവിടെയുള്ള റാണിജ സിസ്റ്ററും മറ്റെല്ലാം ഞങ്ങളുടെ സഹോദരിമാരും എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളിവിടെ കമ്പ്യൂട്ടർ ക്ലാസ് പഠിക്കാൻ വരുന്നതൊക്കെ അവരെല്ലാ ദിവസവും അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവരെയും ഈ നിമിഷം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഒരുക്കി തരികയും പിന്നെ ഞങ്ങളുടെ എന്താവശ്യങ്ങളുണ്ടായാലും ആ സമയത്ത് ഓടി വന്ന് ഞങ്ങളെ സഹായിക്കാനൊക്കെ കടന്നു വരുന്ന ചേച്ചി സുനിതയും തന്നിയും ഇവരെല്ലാം നന്ദിയോടെ ഓർക്കും. നല്ല ഭക്ഷണമായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് നൽകിയത്. ഇതിനെല്ലാം നന്ദി പറയുന്നു. പിന്നെ നല്ല യാത്രാ സൗകര്യം സജിച്ചേട്ടനും ജോസേട്ടനും ഞങ്ങൾക്ക് നല്ല സഹായമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് കയറാനുള്ള വഴി അറിയില്ലെങ്കിലും ആ സമയത്ത് ഓടി വന്ന് ഞങ്ങൾക്ക് ഇന്ന വഴി കൂടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൈ പിടിച്ച് ഞങ്ങളെ കൊണ്ട് വരാനൊക്കെ ഞങ്ങളെ സഹായിച്ചു. അതിൽ സജിച്ചേട്ടനും ജോസേട്ടനും നന്ദി പറയുന്നു. പിന്നെ ഇപ്പോൾ കടന്നു വന്ന മായച്ച് അച്ഛന ഇവർക്കെയും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മയും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം കമ്പ്യൂട്ടറിനെ കുറിച്ച് സാർമാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാതെ വരുമ്പോൾ അമ്മനോട് ചോദിച്ചാൽ അമ്മ പെട്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തരുമായിരുന്നു. അമ്മലിനും താങ്ക് യു പറയുന്നു. പിന്നെ എനേബിൾ ഇന്ത്യയോടും പ്രത്യേകം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എനേബിൾ ഇന്ത്യയിൽ നവീസ് സാർ ഇവിടെ കടന്നു വരികയും നവീസ് സാറിൻ്റെ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്തു. ഒത്തിരി ആക്സസീവായിട്ടുള്ള ടൂൾസിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുകയും കാഴ്ചയില്ലാതെ തന്നെ എല്ലാം നമുക്ക് ഈ ലോകത്ത് സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നവീസ് സാറിൻ്റെ ക്ലാസ്സിലൂടെയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനേബിൾ ഇന്ത്യയോടും ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ എല്ലാത്തിനും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത നന്ദി പറയാൻ വിട്ടുപോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.